Hi all, welcome to the course of Industrial Management and Safety. In this session, we will discuss about different financial incentive system. Methods: straight piece rate system, straight piece rate with guaranteed minimum wage, or a differential piece rate system, Halsey plan, Beddock's plan, Emerson's efficiency plan, Rowan plan and Gantt plan. These are the different methods of monetary incentive payment system. Then there are some non-financial incentives: earning higher status, greater responsibility, chance of participation in decision making. എന്താണ് ഈ കാര്യങ്ങൾ? ഏണിംഗ് ഹയർ സ്റ്റാറ്റസ്, ഒരു സ്റ്റാറ്റസ് ആ ഒരു ഫേമിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു സ്റ്റാറ്റസ് കൂടുതൽ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ. ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏൽപ്പിക്കുക. അതുപോലെ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ളത് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ വരും. ദെൻ റിവാർഡ്സ്, റെക്കഗ്നിഷൻ, ജോബ് സെക്യൂരിറ്റി, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ, ഇങ്ങനെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കാം. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അഡീഷണലായിട്ട് കൊടുക്കുന്നതിനാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് സിസ്റ്റം, സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം. ഗ്രാഫിൽ കാണാൻ നമുക്ക് ഏണിങ്സും പ്രൊഡക്ഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഒരു പീസ് റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഒരു പീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 2 രൂപ. അങ്ങനെയാണെങ്കിൽ 10 പീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 20 രൂപ കിട്ടും. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇതിനാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? വേജസ് ആർ പെയ്ഡ് ഇൻ ദിസ് സിസ്റ്റം ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഔട്ട്പുട്ട് ഓഫ് പ്രൊഡക്ഷൻ. എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പീസ് റേറ്റിൽ അയാൾക്ക് വേജ് കിട്ടും. ദെൻ ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ ദ ജോബ്. ആ ജോബിൽ അയാൾ എത്ര സമയം ചെലവഴിച്ചു എന്നുള്ളത് ഇതിൽ പ്രശ്നമല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾ ഇരുന്നിട്ട് അയാൾക്ക് 10 പീസേ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ അയാൾക്ക് അതിനുള്ള വേതനമായിരിക്കും കിട്ടുക. അല്ല, അയാൾ 100 പീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് അതിനുള്ള ഒരു വരുമാനം ഉണ്ടാവും. അപ്പോൾ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഇതിൽ പ്രശ്നമല്ല. ദെൻ എക്സാമ്പിൾ നോക്കൂ. ഒരു ആൾ വർക്ക് ചെയ്യുകയാണ്, ഒരു ദിവസം 50 പീസാണ് ഒരാൾ ഉണ്ടാക്കുന്നത്. അയാൾക്ക് ഒരു റേറ്റ്, ആ ഫീസ് റേറ്റ് എന്ന് പറയുന്നത് 2 രൂപയാണ്. ഡെയിലി വേജ് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 50 × 2 ആർഎസ് 100 rupees, 100 you will get. Then what are the advantages? It is very simple, easy to understand, focus on productivity, എഫിഷ്യൻ്റ് ആൻഡ് ഫാസ്റ്റ് വർക്കർ ഫീൽസ് ബെറ്റർ. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വർക്കേഴ്സിന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈസി ടു സാറ്റിസ്ഫൈ വർക്കേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അവർ നല്ല സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡിസ്കറേജസ് ക്വാളിറ്റി ഫോക്കസ്. ക്വാളിറ്റി ചിലപ്പോൾ സൈഡ് ലൈൻ ചെയ്യും. ആളുകൾ വന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പരമാവധി പീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. സോ ദെൻ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ്, നോ ജോബ് സെക്യൂരിറ്റി എന്നില്ല. നോ കോമ്പൻസേഷൻ ഫോർ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒരു കോമ്പൻസേഷനും ഇങ്ങനെയുള്ള പീസ് റേറ്റ് സിസ്റ്റം. എത്രയാണോ അവർ വന്ന് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് അവർക്ക് ഏണിങ്സ് കൊടുക്കും. വന്നില്ലെങ്കിൽ അവർക്ക് ഒരു ഏണിങ്സും ഇല്ല. നോ കോമ്പൻസേഷൻ ഫോർ സിക്നെസ്. അസുഖമാണെങ്കിൽ കോമ്പൻസേഷൻ ഇല്ല. നോ ഗ്യാരണ്ടി ഓഫ് മിനിമം വേജ് ഗ്യാരണ്ടി ഇല്ല. ഡിസ്കറേജസ് ഗ്രൂപ്പ് എഫേർട്ടിന് ഇവിടെ പ്രത്യേകിച്ച് സാധ്യതകളൊന്നും ഇല്ല. ദെൻ എവിടെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? റിപ്പീറ്റേറ്റീവ് ജോബ്സ്, മാസ് പ്രൊഡക്ഷൻ. എല്ലാ ദിവസവും ഒരേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്ന, ഒരേ വർക്ക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇത് സൂട്ടബിളാണ്. ദെൻ ജോബ്സ് വേർ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ മേ ബി മെഷേർഡ്. ഓരോ ആളുകളുടെയും കോൺട്രിബ്യൂഷൻ മെഷർ ചെയ്യുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇത് സ്യൂട്ടബിളാണ്. സ്കിൽഡ് വർക്കേഴ്സ് ഇൻ സ്മോൾ ഫേംസ്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് അവർക്ക് മാക്സിമം ഏൺ ചെയ്യാൻ സാധിക്കും. വെൻ ദ പ്രൊഡക്ഷൻ ഓർ ഔട്ട്പുട്ട് ഈസ് ദ ഫോക്കസ്. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഫോക്കസിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ സ്യൂട്ടബിളാണ്. ദെൻ
നെക്സ്റ്റ് സ്ട്രേറ്റ് പീസ് റേറ്റ് വിത്ത് എ മിനിമം ഗ്യാരണ്ടീഡ് ബേസ് വേജ്. നേരത്തെ പറഞ്ഞ സ്ട്രേറ്റ് പീസിൽ നിന്നുള്ള ചെറിയ വ്യത്യാസം, ഇവിടെ ഒരു മിനിമം വേജ് ഗ്യാരണ്ടീഡാണ്. അതിന് കുറച്ച് വർക്ക് ചെയ്തുള്ളൂ എങ്കിലും അവർക്കൊരു മിനിമം വേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അവർക്കത് ലഭിക്കും. പിന്നെ അതിനുശേഷം മുകളിലേക്ക് വർക്ക് ചെയ്യുന്നതിനൊക്കെ അവർക്ക് പീസ് റേറ്റിൽ ഈ ഒരു റെമ്യൂണറേഷൻ കിട്ടും. ഓക്കെ ദെൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ടൈലേഴ്സ് പ്ലാൻ. സി ദ ഫിഗർ. ഏണിങ്സ് ആൻഡ് ഔട്ട്പുട്ട്. ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ചെയ്യുന്ന വർക്കിനൊക്കെ ഹയർ റേറ്റിൽ റെമ്യൂണറേഷൻ കിട്ടും. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു കമ്പനിയിൽ ഒരു ദിവസത്തെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 50 പീസാണെങ്കിൽ, ഒരാൾ 50 പീസാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അയാൾക്കൊരു സ്റ്റാൻഡേർഡ് വേജ് റേറ്റിലാണ് കിട്ടുക. 2 രൂപയാണെങ്കിൽ 50 × 2 100 രൂപ കിട്ടും. പക്ഷേ അയാൾ ഉച്ചയാകുമ്പോഴേക്കും 50 പീസ് വർക്ക് ചെയ്തു, അവിടെ നിന്ന് അങ്ങോട്ട് ആ ദിവസം അയാൾ വർക്ക് ചെയ്യുന്നതിനൊക്കെ ഹയർ റേറ്റിൽ കിട്ടും. 2 രൂപയ്ക്ക് പകരം 4 രൂപയോ അല്ലെങ്കിൽ 3 രൂപയ്ക്കോ അയാൾക്ക് ആ വേജ് റേറ്റ് ഫിക്സ് ചെയ്തിട്ട് കിട്ടും. ഇങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെ നോക്കൂ, ഹയർ റേറ്റിലാണ് കിട്ടുന്നത്. അയാൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ലോ റേറ്റിലായിരിക്കും ലഭിക്കുക. ഹവർ ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി മിനിമം ബേസ് വേജ്. ഇവിടെ മിനിമം വേജ് ഒന്നുമില്ല, റേറ്റിൽ ഉള്ള വ്യത്യാസം മാത്രമാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് മേ ബി ഡിസൈഡഡ് ബൈ കെയർഫുൾ ടൈം ആൻഡ് ഫങ്ഷൻ സ്റ്റഡി പ്രോസസ്സ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 50 രൂപ അല്ലെങ്കിൽ 50 പീസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എങ്ങനെ ഫിക്സ് ചെയ്യുക? അവിടെ ഒരു ടൈം സ്റ്റഡിയും കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറും ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുക, വെറുതെ അങ്ങോട്ട് ഫിക്സ് ചെയ്യല്ല. Then this is the comparison of 3 piece rate system. You can see in graph there are different types of wage payment system. First one is straight piece rate system. Second one straight piece with a guaranteed minimum wage. Third one differential piece rate system. Okay, in this session we have discussed about different types of wage payment system. First one is straight piece. Second one straight piece with the guaranteed minimum wage, and third one differential piece rate system. Let's see in another session. Thank you.